നമുക്ക് പോകേണ്ട ബസ്സാണെന്ന് തോന്നുന്നു പോകുന്നത്. सर्विस है कुछ लोग आएंगे अभी मुंबई घूमने के लिए डबल डेकर बस में വണ്ടിയെ കിട്ടുമോ ടിക്കറ്റ്? ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ വിദേശികൾ ഇഷ്ടം പോലെ ഉണ്ട്. 10-15 മിനിറ്റിനുള്ളിൽ വരുമെന്ന്. എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ ഉപയോഗിച്ച് സൗത്ത് മുംബൈയിലെ ഐക്കോണിക് ലാൻഡ്മാർക്കുകളുടെ ഗൈഡഡ് ബസ് ടൂറാണ് ബെസ്റ്റ് അഥവാ ബ്രഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് ഹെറിറ്റേജ് ടൂർ. നഗരത്തിന്റെ ചരിത്രവും വാസ്തുവിദ്യയും അനുഭവിക്കാനുള്ള ഒരു ജനപ്രിയ മാർഗമാണ് ഈ ടൂർ. അങ്ങനെ കാത്തുനിന്ന വണ്ടി എത്തുകയാണ് സുഹൃത്തുക്കളെ. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മുമ്പിലത്തെയും പുറകിലത്തെയും വാതിലിൽ കൂടെ അകത്ത് കയറിപ്പറ്റി. ഈ ട്രിപ്പിൽ ഞാനും വിഷ്ണുവും അർജുനുമുണ്ട്. ആദ്യം എനിക്കും വിഷ്ണുവിനും മാത്രമേ മുമ്പിലത്തെ സീറ്റ് കിട്ടിയുള്ളൂ. സാരമില്ല, നമുക്ക് ശരിയാക്കാം. ഈ ട്രിപ്പിന്റെ ആരംഭം ഇവിടെയാണെങ്കിലും മറ്റു ചില തിരക്കേറിയ പോയിന്റുകളിലും ആളുകൾക്ക് കയറാനുള്ള അവസരമുണ്ട്. അവർ കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങിയാൽ മതി. ഇത് നമ്മൾ കയറിയിരിക്കുന്നത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ്. മ്യൂസിയം ജംഗ്ഷനിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. കയറി ഇരിക്കുന്നതേ ഉള്ളൂ. തൊട്ട് ഫ്രണ്ടിലാണ് വിക്രാന്തിൻ്റെ ഒരു INS വിക്രാന്തിൻ്റെ ഒരു മോഡൽ കിടപ്പുണ്ട് ഫ്രണ്ടിൽ. നമ്മുടെ പഴയ INS വിക്രാന്ത്, പഴയ INS വിക്രാന്താണ്. അങ്ങനെ വണ്ടി പുറപ്പെടുകയാണ്. കൊലാബയിലെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശില്പത്തിന്റെ അരികിൽ കൂടി ഛത്രപതി ശിവജി മഹാരാജ റോഡിലൂടെ വണ്ടി മുമ്പോട്ട് പോവുകയാണ്. ഒടുക്കത്തെ ഒരു ബ്ലോക്കിലേക്ക് ഞങ്ങളുടെ വണ്ടി ചെന്ന് പെട്ടു. ഹെവി ബ്ലോക്ക്. അങ്ങോട്ട് ഒഴുകി പോകുന്ന ആളുകളുടെ എണ്ണം നോക്കി. നിറയെ മഞ്ഞയും കറുപ്പും അടിച്ച് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെയുള്ള ടാക്സി ക്യാബുകൾ, കൂടുതലും സാൻഡ്രോ കാറുകൾ തന്നെ. എന്നാൽ സൈഡിലൊക്കെ വലിയ ലക്ഷൂറിയസ് കാറുകളും കിടപ്പുണ്ട്. എത്ര വലിയ ലക്ഷൂറിയസ് കാറാണെങ്കിലും ബ്ലോക്കിൽ പെട്ടുപോയില്ലയോ. ഇവിടെ ഓട്ടോ എനിക്ക് അലൗഡ് അല്ല. ഇവിടെ ടാക്സി ആയിട്ട് ഓട്ടോ അലൗഡ് അല്ല. ഇവിടെ കാറുകൾ മാത്രമേ അലൗഡ് ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ കാറുകളുടെ റേറ്റ് ഞങ്ങളുടെ ഇന്നലത്തെ വീഡിയോക്കകത്ത് കണ്ടു കാണും. ഭയങ്കര റേറ്റ് കുറവാണ്. ഈ ബ്ലോക്ക് കഴിഞ്ഞ് ഇന്ന് നാളെ പോകാനൊക്കെ തോന്നുന്നില്ലല്ലോ. അങ്ങനെ അനങ്ങി വലിയ കൂട്ടം ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഇടത്തേക്കെത്തി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണിത്. ഒഴുകി വരുന്ന ആളുകളുടെ എണ്ണം നോക്കി. എന്തുമാത്രം ആളാണ്. ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനൊരു ഫോട്ടോ എടുക്കൂടാ. ഒരു ഇമ്പോസിബിൾ അല്ല. ഒരു തിരക്കാം. ദൈവം, എന്തൊരാള്. നമ്മളെപ്പോലെ തന്നെ മറ്റ് ഡബിൾ ഡെക്കർ ബസ്സുകളും ഈ ചുറ്റുപാടും കാണാം. അതിലുപരി മുമ്പിൽ തന്നെ കാണാം താജ് ഹോട്ടലിന്റെ പുതിയ ബിൽഡിംഗ്. അതിനടുത്ത് തന്നെ ഉണ്ട് പഴയതും. ബ്രിട്ടനിലെ ജോർജ് 5-ാമൻ രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച തെക്കേ മുംബൈയിൽ കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. തിങ്ങി ഇടിച്ചു കയറുന്ന കാഴ്ചക്കാരെ കാണാം. നമുക്കും ഒത്താൽ ഇന്ന് തന്നെ ഇവിടം കാണാൻ വരണം. അന്നേരം ഇതിനെപ്പറ്റി വിശദമായി പറയാം. ഈ കാണുന്ന താജ് ഹോട്ടൽ. അങ്ങനെ ഫ്രണ്ട് റോയിൽ തന്നെ അർജുന, വിഷ്ണു, പിന്നെ ഞാനും. എന്തായാലും വലുതായിട്ടൊന്നും മനസ്സിലായില്ലേലും എന്തൊക്കെയോ പറഞ്ഞാൽ ഇത് താജ് ഹോട്ടലിന്റെ മധ്യ സൈഡാണ്, മറു സൈഡാണ്. ഇതിന്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികൾ നോക്കുക സുഹൃത്തുക്കളെ. ഭയങ്കര രസമുണ്ട് കാണാൻ. നമ്മുടെ ഫസ്റ്റ് തവണ തന്നെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് വ്യൂ എടുക്കാൻ പറ്റി. കഷ്ടപ്പെട്ട് വരുന്നതിനകത്ത് പിന്നെ അതെ. അങ്ങനെ ഒരാൾ വന്ന് ശ്രമിച്ചായിരുന്നു, പക്ഷെ ഏറ്റില്ല. തിരിച്ചതുപോലെ ഓടിച്ചു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി മുമ്പോട്ട് പോയി താജ് ഹോട്ടൽ ചുറ്റി ബെസ്റ്റ് മാർഗിൽ കൂടി ഷഹീദ് ഭഗത് സിംഗ് റോഡിലേക്ക് വലത് തിരിയുമ്പോൾ ഇടതുവശത്ത് കാണാം വിക്ടോറിയൻ ഗോത്തിക് ശൈലിയുടെ സമന്വയത്തെ പ്രതിഫലിപ്പിക്കുന്ന വാസ്തുവിദ്യയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മെത്തഡിസ്റ്റ് പള്ളി, വെസ്ലി ചർച്ച്. പിന്നങ്ങോട്ട് ബിസിനസ് സ്ഥാപനങ്ങളും റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. ഒരു ഹെറിറ്റേജ് ടൂറിസത്തിന് ഉതകുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ അണിയിച്ചൊരുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. നടുക്ക് ചെടികളും ക്ലാസിക്കൽ ഡിസൈനുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും ക്ലാസിക്കൽ ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. അത്തരം ക്ലാസിക്കൽ ബിൽഡിങ്സ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ചില മോഡിഫിക്കേഷൻ വർക്കുകൾ എല്ലായിടത്തും കാണാം. ഇത് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മാത്രമല്ലല്ലോ, സാധാരണക്കാരൻ ട്രാവൽ ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറിയ സ്ഥലം അടുത്തു.
എത്തി നമ്മളെത്തി അവിടെ എത്തി. ആ അവിടെ അങ്ങോട്ട് ചെല്ലുന്നില്ലേ സാധനം. നിങ്ങളിവിടെ ഇറങ്ങി ആ ഇതല്ലേ ജംഗ്ഷനാ, അതുകൊണ്ട് ആ ജംഗ്ഷൻ നോക്കിയത്. ഇത്രയുള്ള കറക്കം തോന്നുന്നില്ല. അങ്ങനെ ആണെങ്കിൽ വെറും സാധ്യത കേട്ടോ. ഫ്രണ്ട് ലൈനിൽ കയറിയിരിക്കുന്നതിൻ്റെ ഒരു നികളിപ്പ് ഞങ്ങൾക്കുള്ളപ്പോൾ തന്നെ ഫ്രണ്ട് ലൈനിൽ ഞങ്ങൾ കയറിയിരിക്കുന്നതിൻ്റെ അസൂയയും ഇരിക്കാനൊക്കാത്തതിൻ്റെ അസൂയയും കുറേ ഇരിക്കുന്നവർക്കുണ്ടാവും സ്വാഭാവികമായിട്ട്. മുമ്പ് ഇരിക്കാൻ അവസരം കിട്ടാതെ നമുക്ക് എന്തെങ്കിലും വിഷമം വരും, സ്വാഭാവികമാണ്. പക്ഷേ ഫ്രണ്ട് ഇരിക്കാൻ എണീച്ച് മാറാ എനിക്കിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. വിഷ്ണു കണ്ട് ഗൂഗിൾ പേ ചെയ്യുകയാണ് പൈസ. 450 രൂപ 3 പേർ കൂടെ 150 രൂപ വെച്ച് 3 എണ്ണം 450 രൂപ. പിന്നെ മാടംകാമ റോഡ് സൈഡിൽ കാണാം ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ സ്റ്റാച്യു. ഇതിൽ ചെറുതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വന്ന കാഴ്ചകളിൽ കണ്ടതാണ്. തൊട്ടടുത്ത് തന്നെ ഓവൽ മൈതാനം കാണാം, യൗവനക്കാർ കളിക്കുന്നത് കാണാം. 1955 സ്ഥാപിച്ച മുംബൈ നഗരത്തിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭരണസ്ഥിര കേന്ദ്രമാണ് ഈ കാണുന്ന മന്ത്രാലയം അഥവാ സെക്രട്ടേറിയറ്റ്. 7 നിലകളുള്ള ഈ കെട്ടിടത്തിൽ 6ാമത്തെ നിലയിലാണ് മുഖ്യമന്ത്രി. മുമ്പിൽ പാറിക്കളിക്കുന്ന ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക. ഫ്രീ പ്രസ് ജേർണൽ മാർഗിലേക്ക് തിരിയുമ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഗവേഷണ പരിശീലന സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കെട്ടിടവും SBIയുടെ കെട്ടിടവും അടുത്തു തന്നെയുണ്ട്. ഇത് മുംബൈ ഇവിടെയൊക്കെ മെട്രോ പണിയുന്ന ഓഫീസുകളാണ്, അണ്ടർഗ്രൗണ്ട് മെട്രോ. അങ്ങനെ വണ്ടി മുമ്പോട്ട് പോയി ബാരിസ്റ്റർ രജനി പട്ടേൽ മാർഗിലേക്ക് കടക്കുമ്പോൾ ഒരു വെറൈറ്റി കെട്ടിടം. അത് മഹാരാഷ്ട്ര വിധാൻസഭയാണ്, എന്ന് വെച്ചാൽ നിയമസഭാ മന്ദിരം. റോഡിന് അടുക്ക് ക്രിക്കറ്റ്. ഇവിടെ എല്ലാ മരങ്ങൾ ഒരു മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ കാണുന്ന ബാക്ക് ബേ ജലാശയത്തിന് മറുകരയിലാണ് രാജ്ഭവൻ. മനോഹരമായ മറൈൻ ഡ്രൈവ് യാത്ര തുടരുമ്പോൾ വലതുവശം മുഴുവനും വലിയ റെസ്റ്റോറൻറ്റുകളും മറ്റുമാണ്. ഇത് എയർ ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ മുംബൈയിലെ സ്ഥലം ഇതാണെന്ന് പറയാം. നല്ല വൃത്തിയുള്ള റോഡുകളും പാർക്കിംഗ് സ്പോട്ടും നടപ്പാതയും കൈവരികളും റോഡിലെ ഡിവൈഡറും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളും വൃക്ഷങ്ങളും പനമരങ്ങളും എല്ലാം കൂടി ഓളപ്പരപ്പിൽ കണ്ണും നട്ടിരിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാട്. ഈ ട്രിപ്പ് അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ഇറങ്ങിയേനെ. അടുത്തു തന്നെ 2 സ്റ്റേഡിയമുണ്ട് 1 കിലോമീറ്റർ അകലത്തിൽ. ഒന്ന് ബ്രിട്ടീഷ് ബോംബെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ബ്രാബോൺ സ്റ്റേഡിയം, പിന്നെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഉടമസ്ഥതയിലുള്ള വാങ്ഡേ സ്റ്റേഡിയം. ഇന്ത്യ 2011 വേൾഡ് കപ്പ് ജയിച്ചത് ഈ സ്റ്റേഡിയത്തിലാണ്. മുമ്പിലാണെങ്കിൽ മറൈൻ ലൈൻസ് ഫ്ലൈ ഓവർ കാണാം. ദൂരത്തായിട്ട് ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ 2006 മുതൽ 2010 വരെ ഏകദേശം $2 ബില്യൺ ചെലവഴിച്ച് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ വസതി കാണാം. ഇതിന്റെ മൂല്യം 2023 $4.6 ബില്യൺ ആയിരുന്നു. അതായത് ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ 39,903 കോടി 81,44,420 രൂപ മാത്രം. പിന്നെ ആണെങ്കിൽ ഇടതുവശത്ത് കാണുന്നത് അണ്ടർഗ്രൗണ്ട് കോസ്റ്റൽ റോഡിന്റെ പണി നടക്കുവാണ്. ഇപ്പൊ നടന്നു കഴിഞ്ഞോ എന്നറിയില്ല. പിന്നെ അവിടെ അനൗൺസ് ചെയ്യുന്നതെല്ലാം ഹിന്ദിയിലായതുകൊണ്ട് ഹിന്ദി ഹമാര ദേശീയ ഭാഷ ആയതുകൊണ്ടും ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇതാണെങ്കിൽ 3 Idiots ഷൂട്ട് ചെയ്ത വിൽസൺ കോളേജ് ആണ്. അങ്ങനെ കുറെ കറങ്ങി ഛത്രപതി ശിവജി മഹാരാജ് റെയിൽവേ സ്റ്റേഷന് മുമ്പിലെത്തി. അധികം ദൂരമില്ല. ഇനി നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാൻ പോവാണ്. ഇനിയും കാണുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചതാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന യാത്രകളിൽ ഞങ്ങളോടൊപ്പം ചേരാം. അങ്ങനെ അധികം താമസിയാതെ തന്നെ ഞങ്ങൾ കയറിയ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് വേണം 2-3 സെൽഫികളൊക്കെ എടുക്കാൻ വേണ്ടി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഗൂഗിൾ മാപ്പിനകത്ത് റിവ്യൂ കണ്ടപ്പോഴേ അതിനകത്ത് അവന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പറ്റിച്ചു, ചിലയിടത്ത് കയറ്റിയില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മളെ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ നേരത്തെ എവിടെയെങ്കിലും ചാടി കയറി ആരെങ്കിലും ഇറങ്ങി കാണും. ഇറങ്ങി കാണും. ആരെങ്കിലും ഇറങ്ങുന്ന കണ്ടിട്ട് ചാടി ഇറങ്ങി ആയിരിക്കും ആരെങ്കിലും.
എന്നിട്ട് അവർക്ക് പലതും കണ്ടില്ല എന്നുള്ള പരാതിയാണ്. പക്ഷേ ഇത് നമ്മളെ എല്ലാ സ്പോട്ടും കാണിച്ചു. പിന്നെ എല്ലാം ഒന്നും ഒരു പ്രവണത പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ടാക്കി കാണാൻ പറ്റിയല്ലോ. അത് സുഖമായിട്ട് കാണാൻ പറ്റി. AC ബസ്സിലിരുന്ന്, അതും മുകളിലിരുന്ന് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന്. ഇതാണ് എൻ്റെ താഴത്തെ സെറ്റപ്പ്. പോരൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ബസ്സിന് ട്രാവൽ ഡബിൾ ഡെക്കർ ബസ്സിന് ട്രാവൽ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. 4K ക്വാളിറ്റിയിൽ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ അതുവരേക്കും ഗുഡ് ബൈ.